സർ, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ വാണിജ്യ സ്വകാര്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ നൂതന ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാക്കുക, കർഷകർക്കും സംരംഭകർക്കും കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക, കാർഷിക ചെറുകിട വ്യവസായ മേഖലയിൽ വൻ പുരോഗതി സാധ്യമാക്കുക, പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തി കേരളത്തിലെ സഹകരണ മേഖലയുടെ സമഗ്ര പുരോഗതി ഉറപ്പുവരുത്തുക, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സഹകരിച്ച് ത്വരിത വികസനം സാധ്യമാക്കുക തുടങ്ങിയ ബഹുമുഖ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാന ജില്ലാ ബാങ്കുകളെ യോജിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. കാർഷിക ആവശ്യങ്ങൾക്കായി KB കിസാൻ മിത്ര വായ്പ പദ്ധതിയും മൂല്യവർദ്ധിത ഉൽപ്പാദനത്തിലൂടെ കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കുക, സമ്പദ്ഘടനയുടെ വളർച്ച എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് കാർഷിക ഉൽപ്പാദന സംഘടനകൾക്ക് നൽകുന്ന KBFBO എന്ന പ്രത്യേക വായ്പാ പദ്ധതിയും ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. കൂടാതെ കേരള ബാങ്ക് മുഖേന കാർഷിക സംസ്കരണ മേഖലയിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സംരംഭങ്ങളുള്ള വായ്പാ സഹായം നൽകുന്നതിന് KB മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് വായ്പാ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഖ്യ ആശ്രയമായി മാറുന്ന കേരള ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്താകമാനം ബാങ്കിംഗ് മേഖല സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കുകൾക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ മൂലധനം വർദ്ധിപ്പിക്കേണ്ടതും സാങ്കേതികവിദ്യയിലൂടെ ആധുനിക സേവനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായ കേരള ബാങ്കിനെ മാറ്റുന്നതിന് ബാങ്കിൻ്റെ ജനകീയത നിലനിർത്തുന്നതിനോടൊപ്പം പ്രൊഫഷണലിസവും അനിവാര്യമാണ്. കോവിഡ് അതിവ്യാപനം മൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ബാങ്കിംഗ് മേഖലയെ പൊതുവിലും കേരള ബാങ്കിനെ പ്രതികൂലമായും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബാങ്ക് BD നമ്പർ 1 എന്ന ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചു. കേരള ബാങ്കിനെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്കിലെ മുഴുവൻ ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച BD നമ്പർ 1 ക്യാമ്പയിൻ പ്രവർത്തന മികവ് കൊണ്ട് ശ്രദ്ധേയമായി. 2021 ഡിസംബർ 1 മുതൽ 22 മാർച്ച് 31 വരെ 4 മാസം നീണ്ടുനിന്ന ക്യാമ്പയിൻ ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാക്കി. 14 വ്യത്യസ്ത ബാങ്കുകളിലെ കോർ ബാങ്കിംഗ് സംവിധാനങ്ങളെ ഏകീകൃതമായ ഒറ്റ സംവിധാനമായി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചു. ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ ഇടപാടുകാരിലേക്ക് എത്തിക്കുന്നതിനായി KB പ്രൈം കൂടാതെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഉപയോഗിക്കുന്നതിനായി KB പ്രൈം പ്ലസ് എന്നീ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. മൊബൈൽ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ച് IMPS, NEFT, RTGS എന്നീ സംവിധാനങ്ങളുടെ ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ UPI സംവിധാനത്തിലൂടെ ഗൂഗിൾ പേ, പേറ്റേൺ ഇടപാടുകൾ നടത്തുന്നതിനുള്ള സംവിധാനവും പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളതാണ്. ഇടപാടുകാർക്ക് BBPS സംവിധാനത്തിലൂടെ ബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള സംവിധാനവും മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കേരള ബാങ്കിന് 120 ATM മെഷീനുകളും സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 2025 അന്തർദേശീയ സഹകരണ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ളതും കേരള ബാങ്ക് ഭരണസമിതിയുടെ 5ാം വർഷവും കണക്കിലെടുത്ത് 1 വർഷത്തെ കർമ്മപദ്ധതി തയ്യാറാക്കി കേരള ബാങ്കിൻ്റെയും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെയും ബിസിനസ് വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ചാലകശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. യുവജനങ്ങളെ കൂടുതലായി സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക എന്നത് അന്തർദേശീയ സഹകരണ വർഷത്തിലെ ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിനനുസൃതമായി ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബാങ്ക് രൂപകൽപ്പന ചെയ്തു വരുന്നു. ഇതിനായി എല്ലാ വിഭാഗം കറണ്ട് സേവിങ്സ് അക്കൗണ്ടുകൾക്കും ബാങ്ക് മിനിമം ബാലൻസ്, ത്രൈമാസ ശരാശരി ബാലൻസ് എന്നീ നിബന്ധനകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബാങ്കുകൾ ഉയർന്ന ത്രൈമാസ ശരാശരി ബാലൻസ് വ്യവസ്ഥ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ വലിയ പിഴ ഈടാക്കുന്ന അവസ്ഥയുള്ളപ്പോൾ ഈ ഇനത്തിൽ കേരള ബാങ്ക് യാതൊരു ചാർജും ഈടാക്കുന്നില്ല. കേരള ബാങ്കിൻ്റെ ലോക്കൽ വാടക ഗ്രാമീണ മേഖലയിൽ പ്രതിവർഷം വെറും 500 രൂപ മാത്രമാണ്. ഇത് ഈ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലൊന്നാണ്. കാർഷിക മേഖലയുടെ ശാക്തീകരണത്തിനായി പ്രാഥമിക സംഘങ്ങൾക്ക് നൽകുന്ന വായ്പ പലിശ നിരക്കിൽ കുറവ് വരുത്തിയുണ്ടായി. കർഷകർക്ക് പ്രാഥമിക സംഘങ്ങളിൽ നിന്നും 6% പലിശ നിരക്കിൽ കാർഷിക വായ്പ നൽകുന്നതിന് ഇത് സഹായകരമായി. കേരള ബാങ്ക് രൂപീകരണത്തെ തുടർന്ന് വായ്പാ പദ്ധതികൾ ഏകീകരിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ 50%-ത്തിലെയും പുതിയ വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ ബാങ്കിംഗ് സേവനങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ സേവനങ്ങൾ എത്തിക്കുന്നതിന് ടേബിൾ ചെയ്തോ? യെസ്, താങ്ക് യു.